മിക്ക സ്റ്റുഡൻസും അവരുടെ അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് മോട്ടിവേഷനിലൂടെയാണ്. പുതിയ ബുക്സ്, പുതിയ യൂണിഫോംസ്, പുതിയ ഗോൾസ്. ബട്ട് കുറച്ച് വീക്സ് കഴിയുമ്പോൾ ഡിസ്ട്രാക്ഷൻസ് തിരിച്ചു വരുന്നു, കൺസിസ്റ്റൻസി ഇല്ലാതെയാകുന്നു, ആൻഡ് അനദർ ഇയർ ഗെറ്റ് വേസ്റ്റഡ്. പക്ഷേ ഈ വർഷം ഡിഫറെൻ്റ് ആയിരിക്കും. ബിക്കോസ് ഇൻ ദിസ് വീഡിയോ ഐ വിൽ ഷോ യു ഹൗ ടു ആക്ച്വലി മേക്ക് ദിസ് അക്കാദമിക് ഇയർ പ്രൊഡക്റ്റീവ്, ഡിസിപ്ലിൻ ആൻഡ് സക്സസ്ഫുൾ. അതിനർത്ഥം ഒരു ദിവസം 15 മണിക്കൂറൊന്നും പഠിക്കണമെന്നല്ല. ദിസ് ഈസ് അബൌട്ട് ബിൽഡിംഗ് സ്മോൾ ഹാബിറ്റ്സ് ദാറ്റ് സ്ലോലി ചേഞ്ച് യുവർ ലൈഫ് ആസ് എ സ്റ്റുഡൻറ്. സോ ബിഫോർ സ്കൂൾ റീഓപ്പൺസ്, വാച്ച് ദിസ് ടിൽ ദ എൻഡ്. Hello everybody, welcome back to Prime Focus. This is the place where discipline gets stronger and excuses get weaker. Now let's log in. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് 6 points to make your academic year much better. So let's start. Point 1. Start strong. ഒരുപാട് സ്റ്റുഡൻസ് അവരുടെ ആദ്യത്തെ കുറച്ച് മാസങ്ങൾ വേസ്റ്റ് ചെയ്യുന്നത് ഒറ്റൊരു മിസ്റ്റേക്ക് കാരണമാണ്: അവരുടെ മെൻറ്റാലിറ്റി. അതെ, അവരുടെ മെൻറ്റാലിറ്റി ഇങ്ങനെയാണ്: എക്സാമിന് മുമ്പുള്ള ദിവസങ്ങൾ ഞാൻ സീരിയസ് ആയി പഠിച്ചോളാം. ബട്ട് ഇറ്റ്സ് റോങ്. നിങ്ങളുടെ അക്കാദമിക് ഇയറിന്റെ ബിഗിനിങ് ആണ് നിങ്ങളുടെ മൊമെന്റത്തെ ഡിസൈഡ് ചെയ്യുന്നത്. തുടക്കത്തിൽ തന്നെ ദിവസം 1 മണിക്കൂർ പഠിക്കുന്നത് എക്സാമിന് മുമ്പുള്ള ആ ലാസ്റ്റ് മിനിറ്റ് പ്രഷറിനേക്കാളും എത്രയോ നല്ലതാണ്. നിങ്ങൾക്ക് സമയവും കിട്ടും, ദിവസവും കിട്ടും. That's it. Point 2. Fix your routine. Your routine controls your discipline. രാത്രിയിൽ വൈകി ഉറങ്ങാൻ കിടക്കുന്നതും രാവിലെ ക്ഷീണത്തോടെ എഴുന്നേൽക്കുന്നതും ഫോണിൽ എൻഡ്ലെസ് ആയി സ്ക്രോൾ ചെയ്യുന്നതുമെല്ലാം നിങ്ങളുടെ ഫോക്കസിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു. യു ഡോണ്ട് നീഡ് എ പെർഫെക്റ്റ് റുട്ടീൻ, ജസ്റ്റ് ഫിക്സ് സിമ്പിൾ തിങ്സ്. ഇന്ന് തന്നെ നിങ്ങളൊരു ഫിക്സഡ് ടൈമിൽ ഉറങ്ങി നോക്ക്. നാളെ രാവിലെ ഒരു ഫിക്സഡ് ടൈമിൽ എഴുന്നേറ്റ് നോക്ക്. അതുപോലെ തന്നെ ഒരു ഫിക്സഡ് ടൈം ഡ്യൂറേഷനിൽ തന്നെ പഠിച്ചു നോക്ക്. ഇങ്ങനെ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ ഒരു 2-3 വീക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഡിഫറൻസ് എന്താണ്. റിമെമ്പർ, സ്മാൾ റുട്ടീൻസ് ക്രിയേറ്റ് ബിഗ് ചേഞ്ചസ്. Point 3. കൺട്രോൾ ഡിസ്ട്രാക്ഷൻസ്. ഇപ്പോഴത്തെ കാലത്ത് സ്റ്റുഡൻസിൻ്റെ ഏറ്റവും വലിയ എനിമീസാണ് ഡിസ്ട്രാക്ഷൻസ്. ഒരു 5 മിനിറ്റ് ഫോൺ സ്ക്രോൾ ചെയ്യാമെന്ന് തുടങ്ങി 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ എത്തിയേക്കാം, ചിലപ്പോൾ അതിന് മുകളിലും. ആൻഡ് ദ ഡേഞ്ചറസ് പാർട്ട് ഈസ് യു ഡോണ്ട് ഈവൻ റിയലൈസ് ഹൗ മച്ച് ടൈം ഡിസപ്പിയേഴ്സ്. അതിനർത്ഥം നിങ്ങൾ എല്ലാ എൻ്റർടൈൻമെൻറ്റ്സും കംപ്ലീറ്റ്ലി ക്വിറ്റ് ചെയ്യണമെന്നല്ല, ലിമിറ്റ്സ് വെക്കുക. അതിന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു ട്രിക്ക് നമ്മുടെ ഫോണിൽ തന്നെയുണ്ട്: ഫോക്കസ് മോഡ്. അതെ, നമുക്ക് ഫോൺ പഠിത്തത്തിലോ വർക്കിലോ അത്യാവശ്യമാണെങ്കിൽ ഫോക്കസ് മോഡ് ഓൺ ചെയ്ത് നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ആപ്പ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫോക്കസ് മോഡ് ഓഫ് ചെയ്യാതെ ആ ആപ്സ് യൂസ് ചെയ്യാൻ സാധിക്കില്ല. സോ ലേൺ ടു കൺട്രോൾ ഇറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ലെറ്റിംഗ് ഇറ്റ് കൺട്രോൾ യു. Point 4. ബിൽഡ് സ്മോൾ ഹാബിറ്റ്സ്. ഒറ്റൊരു രാത്രി കൊണ്ട് ഒരു ടോപ്പർ ആകാൻ തീരുമാനിക്കരുത്. ബിക്കോസ് ദാറ്റ് പ്രഷർ യൂഷ്വലി ഫെയിൽസ്. ടോപ്പർ ആകണമെന്നതിൽ ഫോക്കസ് ചെയ്യുന്നതിന് പകരം ഡെയിലി റിവൈസ് ചെയ്യുക, കുറച്ച് പേജുകൾ വായിക്കുക, ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുക, ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുമ്പോൾ ശ്രദ്ധയോടെ കേട്ടിരിക്കുകയും വേണ്ടത് നോട്ട് ചെയ്യുകയും ചെയ്യുക. തുടങ്ങിയ ആക്ടിവിറ്റികൾ നിങ്ങളെ ടോപ്പർ എന്ന ഗോളിലേക്ക് അടുപ്പിക്കും. സ്മാൾ റിപ്പീറ്റഡ് ആക്ഷൻ ബിക്കം പവർഫുൾ ആഫ്റ്റർ മന്ത്സ്. Point 5. സ്റ്റോപ്പ് കമ്പയറിംഗ് യുവർ സെൽഫ്. ഒരുപാട് സ്റ്റുഡൻസിൻ്റെ കോൺഫിഡൻസ് നഷ്ടമാകുന്നതിനുള്ള കാരണം അവർ എപ്പോഴും അവരെ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുന്നു. ലിസൺ എവരിബഡി, നിങ്ങളെക്കാൾ ഫാസ്റ്റായി പഠിക്കുന്നവരുണ്ടായേക്കാം, നിങ്ങളെക്കാൾ തോനെ സ്കോർ ചെയ്യുന്നവരും ഉണ്ടായേക്കാം. ബട്ട് യുവർ റിയൽ കോമ്പറ്റീഷൻ ഈസ് വിത്ത് യുവർ ഓൾഡ് വെർഷൻ ഓഫ് യുവർ സെൽഫ്. ഫോക്കസ് ഓൺ ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. സക്സസ് എന്നതുകൊണ്ട് വ്യക്തമാകുന്നത് പഠനം മാത്രമല്ല, നിങ്ങളുടെ ഹെൽത്തും അതിനെ ബാധിക്കുന്നുണ്ട്. പ്രോപ്പറായിട്ട് ഉറങ്ങുന്നതും മതിയാവോളം വെള്ളം കുടിക്കുന്നതും എക്സസൈസ് ചെയ്യുന്നതും ചെറിയ ചെറിയ ബ്രേക്സ് എടുക്കുന്നതും നിങ്ങളുടെ ഹെൽത്ത് ഇംപ്രൂവ് ആകാൻ ഹെൽപ്പ് ചെയ്യുന്നു. റിമെമ്പർ, എ ടയർഡ് ബ്രെയിൻ കനോട്ട് പെർഫോം അറ്റ് ഇറ്റ്സ് ബെസ്റ്റ്. അങ്ങനെ ഇതാ 1 വർഷവും കൂടി എത്തിയിരിക്കുന്നു. നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫ് നിങ്ങളോടിപ്പോൾ താങ്ക്ഫുൾ ആയിരിക്കുന്നു. because you didn't regret of wasting an academic year.
Remember, successful students are not always the smartest students. Most of the time, they are simply and more consistent. So, start small, stay disciplined, and keep improving. And slowly become the student you always wanted to be. I hope നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന്. യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് റിപ്ലൈ യുവർ ഫീഡ്ബാക്സ്. നിങ്ങൾ സ്റ്റുഡൻറ്റ് മോട്ടിവേഷൻ, ഡിസിപ്ലിൻ, സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് എക്സാം ടിപ്സിലൊക്കെ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ടു ജോയിൻ ദ അൺസ്റ്റോപ്പബിൾ ജേർണി. സ്റ്റേ ട്യൂൺഡ് വിത്ത് പ്രൈം ഫോക്കസ്.